മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘമാണ് ആരോഗ്യനില വിലയിരുത്തിയത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. രക്തസമ്മർദ്ദവും സാധാരണ നിലയിലല്ലെന്നാണ് വിദഗ്ധ സംഘം അറിയിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതിഗുരുതരമായി തുടരുകയാണെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള അപ്ഡേറ്റ്. കഴിഞ്ഞ 6-7 ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ്. വിജിൻ വായന്തോട് എന്നോടൊപ്പം തിരുവനന്തപുരത്തുണ്ട്. വിജിൻ, ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് അപ്ഡേറ്റ് എന്താണ്? നിഷാദ്, എന്തായാലും നിലവിൽ പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക. ഇന്നലെ പറഞ്ഞത് പ്രകാരം 2 അവയവങ്ങൾ, അതായത് ശ്വാസകോശവും ഒപ്പം തന്നെ കിഡ്നിയുടെയും പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല വി.എസിന് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയത്. ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. CPM-ന്റെ ജനറൽ സെക്രട്ടറി M.A. ബേബി അല്പസമയം മുമ്പ് അദ്ദേഹത്തെ സന്ദർശിക്കാനായി, ഡോക്ടർമാരെ കാണാനായി മുകളിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിനകം വരും. എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി.എസിനെ അതീവ ഗുരുതരാവസ്ഥയിൽ ഈ SUT ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഒരു ഹൃദയാഘാതം കൂടി സംഭവിച്ചു. അതോടെയാണ് വെന്റിലേറ്ററിന്റെ സഹായം ഉൾപ്പെടെ നൽകി വി.എസിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിച്ചാണ് വി.എസിന്റെ ഓരോ ശാരീരികാവസ്ഥയും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്, ആരോഗ്യാവസ്ഥ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ മെഡിക്കൽ കോളേജിലെ ഒരു വിദഗ്ധ സംഘം, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തി വി.എസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചിരുന്നു. ഇവിടുത്തെ SUT-യിലെ ഡോക്ടർമാരും ഒക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷവും ഇക്കാര്യത്തിൽ നിലവിലെ ചികിത്സ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും എന്തായാലും നൽകിയിട്ടുള്ളത്. M.A. ബേബി സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് നിലവിൽ ഇപ്പോഴുള്ള സാഹചര്യം എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വിശദീകരിക്കും. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് മറ്റ് ഒരു പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഗുരുതരാവസ്ഥയിൽ അതേ നിലയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം ഈ മെഡിക്കൽ ബോർഡ് ചേർന്ന് അതിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെയായിരിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇന്ന് വരെയുള്ള അവസ്ഥ എന്ന കാര്യത്തിൽ ഉള്ള ഒരു വ്യക്തത വരിക. നിഷാദ്, അല്പസമയത്തിനകം M.A. ബേബി പ്രതികരിക്കും. വിജിൻ വിവരങ്ങൾ നൽകുന്നത്. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതിഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ, കഴിഞ്ഞ തിങ്കളാഴ്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ഡേയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ആന്തരികാവയവങ്ങൾ പലതിന്റെയും പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റുകൾ ആവർത്തിച്ച് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ M.A. ബേബി CPIM ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ കാണാൻ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന CPIM നേതാക്കളെല്ലാം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തെ ബുധനാഴ്ച തന്നെ അദ്ദേഹത്തെ അവിടെ എത്തി കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല എന്നാണ് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്. 11 മണിയോടുകൂടി ഒരുപക്ഷെ ഒരു പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്ന് അറിയാൻ കഴിയും. 101 വയസ്സുള്ള വി.എസ്. അച്യുതാനന്ദൻ, അദ്ദേഹം കഴിഞ്ഞ 2019 ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറച്ച് മോശമാണ്. അതിനുശേഷം അദ്ദേഹം പൊതുരംഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം കോൺഷ്യസ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്ന ഒന്ന്. ഗുരുതരമായി തന്നെ തുടരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില. യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തെ നിലനിർത്തിയിരിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെയും അപ്ഡേറ്റ്. ഒരു ഇടവേള കൂടി.